എല്ലാവർക്കും ഇഷ്ടാവുന്ന രീതിയിൽ നമ്മൾ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന നമ്മുടെ ആന്റണി പെരുമ്പാവൂരിന്റെ മകനെയാണ്. ആശിഷ് ജോ ആന്റണി. പുള്ളി കേട്ടു കേട്ടോ. അതായത് ചില വില്ലന്മാരില്ലേ, ഗാങ് ഒന്നുമില്ല, സെറ്റപ്പ് ഒന്നും കാണിക്കില്ല, പക്ഷെ ടെറർ വില്ലൻ, അത് എന്തും ചെയ്യും, ബ്രൂറ്റൽ. അതായത് കൊല്ലണെ കൊല്ലും, റേപ്പ് ചെയ്യും, എന്ത് വേണം ചെയ്യും. അത് ഒന്നിനും മടിക്കാത്ത ഒരു ഹൈ ഒക്ടേൻ വില്ലൻ. ഈ ഗ്രാമം മുഴുവൻ അവന്റെ പേര് കേട്ട പേടിച്ച് വിറയ്ക്കും. കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരൊക്കെ അവന് ഭ്രാന്ത. എന്നെ സംബന്ധിച്ച് ഈ സിനിമ കാണാൻ പോകുമ്പോൾ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിലെ ഫൈറ്റ് സീക്വൻസുകൾ എങ്ങനെയാണെന്ന് അറിയാന്നുള്ളതായിരുന്നു. അത് ഗംഭീരമായിട്ടുണ്ട്. അപ്പൊ ഒരു ആക്ഷൻ മൂവി ആയിരുന്നു എനിക്ക് തോന്നുന്നു. കാല് പൊക്കിയിട്ടുള്ള അടിയൊക്കെ കാണാൻ പറ്റുമല്ലോ ലാലേട്ടനെ പോലെ തന്നെ. അവനെങ്ങാനും ഇതിന്റെ പേരിൽ കണസാൻസ് പറഞ്ഞ എന്റെ അടുത്ത് ഒന്നല്ല ചവിട്ടുകുട്ടിയെ പുഴയിലേക്ക് വലിച്ചെറിയും. അത്യാവശ്യം ചെറിയ ചായയും കടിയൊക്കെ ഉണ്ടാകും. നല്ല തുടക്കത്തിൽ എനിക്ക് തോന്നുന്നതിലെ ദ ബെറ്റർ തുടക്കം കിട്ടിയത്. ഒരു നെപ്പോസാനം ഇല്ലാതെ ആളുകളിലേക്ക് ഒരു എന്താ പറയാ വിസ്മയം കയറുന്നതിന് പകരം കയറിക്കൂടിയ ഒരാൾ ഈ സിനിമയിൽ. ജോ ആന്റണി അറിഞ്ഞിടത്തോളം അവൻ ചില്ലറക്കാരനാണെന്ന് തോന്നില്ല. കണ്ടാൽ തന്നെ പക്കാ ക്രിമിനൽ എന്ന് മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനല്ലേ പാടുള്ളൂ. പുള്ളിയുടെ ബോഡി ലാംഗ്വേജും പുള്ളിയുടെ ആറ്റിറ്റ്യൂഡും പുള്ളിയുടെ ഡയലോഗ്സ് ഇല്ല കേട്ടോ, ഒറ്റ ഡയലോഗുള്ളൂ. ദ എൻറ്റയർ ഫിലിമിൽ ഹി ഹാസ് ഗോട്ട് ഓൺലി വൺ ഡയലോഗ്. ത്രില്ലിംഗ് ആണ്, തുടക്കം മുതൽ തന്നെ ത്രില്ലിംഗ് ആണ്. എടുത്ത് പറയേണ്ടത് ആന്റണി പെരുമ്പാവൂരിന്റെ മോനും വിസ്മയം നല്ലതായിട്ടുണ്ട്, ആശിഷും നന്നായിട്ടുണ്ട്, കിടിലനായിട്ടുണ്ട്. അവരുടെ രണ്ട് പെർഫോമൻസ് കിട്ടിപ്പനായിട്ടുണ്ട്. കഥ വിസ്മയ മോഹൻലാലാണെങ്കിലും അതുപോലെ തന്നെ സായികുമാർ ആണെങ്കിലും നല്ല രസമാണ്, ബോണ്ടിങ് അടിപൊളിയാണ്. വിസ്മയുടെ പടം വന്നാൽ കാണൂല. നിന്റെ ഒന്നും ഒരു ഓശാരും വേണ്ട, നീ ഒന്നും സിനിമ കാണണ്ട. നിനക്ക് മനസ്സിലായിട്ടില്ലല്ലേ? ഒറ്റയടിക്ക് 14 കഷ്ണാക്കി കളയും ഞാൻ. പറഞ്ഞു ഞങ്ങൾ കാണൂല. എടാ നിന്നെയൊക്കെ ആരെങ്കിലും സിനിമ കാണാൻ വിളിക്കുന്നുണ്ട്? വേറെ പണി നോക്കടാ ചാണക തല. ഈ മാതിരി ആളുകൾ നമുക്ക് പറ്റും.